എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഒഴിച്ചൂട്ടാൻ, കുറേ ദിവസമായില്ലേ ഒഴിച്ചൂട്ടാട്ടിട്ട്, അമരക്കായും തക്കാളിയും വെച്ചിട്ട് ഇത് രണ്ടും മാത്രം മതി കേട്ടോ. നല്ലൊരു ഉഷാർ ഒഴിച്ചൂട്ടാനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, എന്നാൽ വളരെ സ്വാദിഷ്ടമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അമരക്കായ, അമരക്ക എന്നൊക്കെ പറയും, അമരക്കയും അതേപോലെ തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഒരു കിടിലൻ ഒഴിച്ചൂട്ടാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നുറുക്കിക്കൊണ്ടുവരാം. ഇനി ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മുറി നാളികേരം, നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചെടുത്തോളൂ. അതുപോലെ തന്നെ വറ്റൽമുളക് ഒരു 4-5 എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം. ഇത് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ്, ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസോളം തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ വെണ്ണയ്യ മാതിരി പറയില്ല, നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ കൂട്ടാനിലേക്ക് ചേർക്കേണ്ടതാണ് കേട്ടോ. ഇപ്പം ഞാൻ എന്താ അമരക്കായും കഷ്ണങ്ങളും കൂടി ഇങ്ങനൊരു മൺചട്ടിയിലേക്കാണ്, മൺകലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ആവശ്യത്തിന് കണ്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് കൊണ്ടേക്കാം കേട്ടോ. ഇതൊന്നും കുക്കറിലൊന്നും ഇടേണ്ട കാര്യമില്ല, പെട്ടെന്ന് വേവണതാണ് കേട്ടോ അമരക്കായൊക്കെ. അപ്പോൾ നമുക്ക് അടുപ്പത്ത് കൊണ്ടേക്കാം. നന്നായിട്ട് കഷ്ണമൊക്കെ കണ്ടോ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം. കുക്കറിൽ കുറച്ച് പരിപ്പ് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് വെള്ളത്തോടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അരപ്പൊഴിച്ചു കൊടുത്തു. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി മിക്സിയുടെ ജാറ് കഴുകിയിട്ടാണ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി കറിവേപ്പില താത്തുക, ഒരു വറവിടുക. എത്ര പെട്ടെന്ന് ഒരു ഒഴിച്ചുവിട്ടാനായി നോക്കൂ. അപ്പോൾ ഈ കോമ്പിനേഷൻ 2 തക്കാളി അമരക്കായും മാത്രം മതി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അരപ്പൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കറിവേപ്പില താത്താം കേട്ടോ. ഇനി ഒന്നും കൂടി തിളച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു നല്ലൊരു വറവിട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലൊരു വറവിട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കറിവേപ്പില, ഇത് 3 കൂടി നമുക്ക് വറുത്തോട്ടാം കേട്ടോ. വറുത്തോട്ടാം. ഉണ്ടോ ഉഷാർ ഒഴിച്ചുവിട്ടാൽ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. ചോറ് വിളമ്പിയിട്ടുണ്ട്. നമ്മുടെ അമരക്ക തക്കാളി ഒഴിച്ചിട്ട് വിളമ്പി കൊടുക്കാം. ഹായ്, നല്ലോണം വിളമ്പി കൊടുക്കാം. പിന്നെ ഒരു കടുമാങ്ങ, കുറച്ച് വലുതാട്ടോ. പിന്നെ കപ്പട കൊണ്ടാട്ടം ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയല്ലോ, അത്. ഇതിൽ നമ്മൾ പുളി ഒഴിക്കാത്ത കൂട്ടാനായതുകൊണ്ട് കുറച്ച് തൈര്, നല്ല കട്ട തൈര് കേട്ടോ, അതും കൂടി എടുക്കാം. കട്ട തൈര് വിളമ്പി കൊടുക്കാം. ഹായ്, കണ്ടോ ഉരുട്ടാം. കഷ്ണം കൊണ്ടാട്ടം എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് തൈര് ഉണ്ടോ, കട്ട തൈര്. ഹായ്, എല്ലാവരും കഴിച്ചോളൂ.
അപ്പോൾ ഈ സിമ്പിൾ ഒഴിച്ചുകൂട്ടാനോട് കൂടി ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ടാറ്റാ.